തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഹൃദയത്തിലെ സ്നേഹമാണ് കാര്യം. സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഹൃദയവുമായി നമ്മൾ സഞ്ചരിക്കുന്നു. ചിലപ്പോൾ ധ്യാനം കൂടി ചില ചിന്തകളുടെ പിൻബലം കൊണ്ട് മാത്രം ആരോടൊക്കെയോ ക്ഷമിക്കുന്നു. ആ ക്ഷമ പോലും നമ്മുടെ അഹന്തയായി മാറുന്നു. ക്ഷമിക്കുമ്പോഴും അതൊരാഘോഷപൂർവമായ ഒരു കൃത്യമായി മാറുന്നു. സ്നേഹം ഉള്ളിലില്ലാത്ത ഒരു മനസ്സുമായിട്ട് സഞ്ചരിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കുന്നത് തള്ളിപ്പറയില്ല എന്നാവർത്തിച്ച് പറഞ്ഞിട്ടും തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ മിഴികളിലേക്ക് നോക്കുന്ന ക്രിസ്തുവിൻ്റെ മിഴികളാണ്. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? നീ എന്നെ തള്ളിപ്പറഞ്ഞോ അല്ല, നീ എന്നെ തള്ളിപ്പറഞ്ഞത് ഞാൻ അറിഞ്ഞുവെന്നുമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മിഴികൾക്ക് ഒരർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, ഐ നോ സ്റ്റിൽ യു ലവ് മീ, നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ നോട്ടത്തിൻ്റെ ബാക്കിയുമായി അവൻ കടൽ തീരത്തെത്തി. ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ക്രിസ്തു ക്ഷമിക്കുകയായിരുന്നില്ല, ക്രിസ്തു സ്നേഹിക്കുകയായിരുന്നു. സ്നേഹത്തിൻ്റെ സമൃദ്ധി ക്ഷമിക്കാൻ ഇടം കണ്ടെത്തുന്നില്ല. കാരണം ക്ഷമയുടെ ഒരവസരം അവർക്കില്ല. കാരണം ക്ഷമിക്കാൻ ഒന്നുമില്ലാത്ത വിധം സ്നേഹം കൊണ്ട് അവരെല്ലാം മൂടിക്കളയുന്നു. അത്രയ്ക്ക് സമൃദ്ധമായൊരു സ്നേഹത്തിലേക്കാണ് വിളി. ഉള്ളിലെ സ്നേഹം സമൃദ്ധമാക്കി തെറ്റ് ചെയ്യുന്നവനെ ഒരു നിമിഷം പോലും ലജ്ജിച്ച് മിഴിതാഴ്ത്താനാവാത്ത വിധം അവിടെ സ്വന്തം ദൃഷ്ടിപഥം കൊണ്ട് നിവർത്തി നിർത്തുന്ന സ്നേഹം. ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന പത്രോസിനോട് സാരമില്ല, നീ എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്കറിയാം എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ മിഴികളാണ് നമുക്കാവശ്യം. സ്നേഹപൂർവ്വം.